ഇതാ നിന്റെ കുഴപ്പം. പറയാനുള്ള കാര്യങ്ങൾ അപ്പപ്പ പറഞ്ഞേക്കണം. എത്ര ആൾക്കാർ കൂടി നിന്നാലും പറഞ്ഞേക്കണം. അങ്ങനെയൊക്കെ പറഞ്ഞ് മാനം കെടുത്തിയാലേ ഉമ്മാരൊക്കെ നന്നാവുള്ളൂ. വല്യപ്പച്ചന്റെ മോന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. അച്ഛോ തർക്കുത്തരം പറയുന്നോ? ഇങ്ങോട്ട് മര്യാദ കാണിച്ചെങ്കിൽ മാത്രമേ എനിക്കും തിരിച്ചു പറ്റൂ. സോറി പറടാ, സോറി പറടാ. സോറി. പിന്നെന്താ നീ ആണോ എന്തോ പറഞ്ഞ തല്ലാൻ? അവൻ പറഞ്ഞ കേട്ടില്ല ചേട്ടാ. അവൻ പറഞ്ഞത് എന്താണ് തെറ്റ്? അവനെ മറ്റേ കാര്യം നോക്കിയാ പോരെ. അങ്ങനെയാണെങ്കിൽ എന്തിനാ എന്ത് മാത്രം തന്നോടാ? എടാ എന്തുവാണ് നല്ലൊരു ഫംഗ്ഷൻ നടക്കുന്നിടത്ത് നീ ഇങ്ങനെ ആണോ? പറയേണ്ട കാര്യം എവിടെ വെച്ചാണേലും ആരുടെ മുന്നിലാണേലും പറയണം. അങ്ങനെയാണ് കുറച്ചു മുമ്പ് നിങ്ങൾ എന്റെ അടുത്ത് പറഞ്ഞു തന്നത്. അതുകൊണ്ട് ഇത് ഇപ്പൊ ഇവിടെ പറഞ്ഞാലേ ശരിയാത്തുള്ളൂ. നാലാളെ മുന്നിൽ വെച്ച് പറഞ്ഞാലേ ഇവനൊക്കെ നാണം കെടുള്ളൂ. എടാ ജോലി കൂലിയില്ലാതെ തെക്കോടെ തെണ്ടി നടക്കുന്ന ഇവന് വേണ്ടി വക്കാലത്ത് പറയുന്നവർക്ക് നാണമില്ലേ? നിനക്ക് എത്ര വയസ്സായടാ? നിന്റെ വയസ്സ് പറയടാ. 26. ഇവന്റെ പ്രായത്തിൽ നിങ്ങൾ എന്നാ ചെയ്തിരുന്നു? ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ നാണക്കേടിന്റെ കാര്യം, പാതിരാത്രി അയൽ വീട്ടിലെ പെണ്ണിന്റെ വീട്ടിലെ കോഴിക്കോട്ട് നിന്ന് നാട്ടുകാർ പിടിച്ചു കെട്ടിയപ്പോ അന്ന് നമ്മുടെ അപ്പ അനുഭവിച്ച നാണക്കേടിന്റെ 1000-ൽ-1 ഇവൻ കാരണം ഞാൻ അനുഭവിച്ചിട്ടില്ല. പിന്നെ ഒരാൾ ഉപദേശിക്കാൻ പോകുമ്പോ താനാളായോ എന്ന് ആലോചിക്കണം, എന്നിട്ട് ഉപദേശിക്കാൻ വരണം. എന്റെ മകൻ എങ്ങനെ ജീവിക്കണം അവനറിയാം. അവൻ ആരുടെ ഉപദേശമൊന്നും വേണ്ട.